ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചിങ്ങ 1, കർക്കിടകത്തിൻ്റെ കാർമേഘങ്ങളൊക്കെ മാറി ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ദിവസം. ഇന്നെല്ലാവരും ഒത്തിരി ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ബെസ്റ്റ് ആക്കാൻ ഏറ്റവും നല്ലത് രാവിലെ തന്നെ ഒരു ടെമ്പിൾ വിസിറ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി. സാധാരണ ഞാനിവിടെ ഫാമിലി ആയിട്ടാണ് ടെമ്പിൾ വിസിറ്റ് അധികം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോകാമെന്നാണ് വിചാരിച്ച്. ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ട് പോകാമെന്ന് കരുതിയിട്ടുള്ളൊരു ടെമ്പിൾ വിസിറ്റ് ആയിരുന്നു ഇത്. പക്ഷെ അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നു കേട്ടോ. അത് ഞാൻ പോകെ പറയാം. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ പോകുന്നത് നീനേച്ചീൻ്റെ വീട്ടിലേക്കാണ്. നമ്മൾ 7 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും നീനേച്ചീൻ്റെ അവിടേക്ക് പോട്ടെ. ആൾ റെഡിയായോ ഇല്ലേന്നൊന്നും അറിയില്ല. നീനേച്ചി കഴിഞ്ഞില്ല? 7 മണി കറക്റ്റിന് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. ഇന്നും ലേറ്റ് ആവാണ്ട് എന്നാണാവോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഒരുപാട് ലേറ്റ് ആവാതെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തന്നെ ഈനും അച്ചുവേട്ടനും വന്ന് ഞങ്ങൾ അച്ചുവേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ശരിക്കും ബസ്സിന് പോകാമെന്ന് വിചാരിച്ചൊരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ അത് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ പാറു മാത്രമേ ഇല്ലാത്തതുള്ളൂ. പാറു ഇന്നലെ ഗുണ്ടൽപേട്ട് പോയി വന്ന ക്ഷീണം കാരണം ആൾ ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടും കോൾ ചെയ്തതൊന്നും അവൾ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പാറുവിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ എന്തായാലും ടെമ്പിളിലെത്തി. നല്ല പീസ്ഫുൾ, അത്രയ്ക്ക് മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സ്ഥലം കാണാനൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളം നമ്മൾ ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടതിന് ശേഷമാണ് ഇത് ഏതാ സ്ഥലം എന്നൊക്കെ കണ്ടുപിടിച്ച് വന്നത്. കോഴിക്കോടുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഈ ടെമ്പിളിലൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പിഷാരിക്കാവിലാണ് അധികം പോവാറ്. ഇവിടെ എന്തായാലും ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ ഈ കുളം ലക്ഷ്യമാക്കിയിട്ടാണ് വന്നതെങ്കിലും ഇവിടെ ഫുൾ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു കേട്ടോ. ഒരുപാട് സേവ് ദി ഡേറ്റും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും പ്രൈവസി ആയിട്ടുള്ളൊരു സ്ഥലമല്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോഴായിരുന്നില്ല, ഞങ്ങൾ മുത്തപ്പൻകാവായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അത് പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഇതെന്തായാലും ഇന്ന് വരാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇതിനായിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇത്. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഇന്നെന്തായാലും ഒന്നും നടന്നില്ല. ഇന്ന് ജസ്റ്റ് ടെമ്പിൾ വിസിറ്റ് മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ ഗൈസ് നല്ല മഴ വരുന്നുണ്ട്. ഇനി ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ പോവുക. ഏതായിരുന്നു ചേച്ചി അമ്പലം? ഒരു പുണ്യക്കാവ്, ഒരു കടലക്കള്ള അമ്പലം. അപ്പം ഇനി അവിടെ നിന്ന് കാണാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയ ക്ഷേത്രം മുച്ചുക്കുന്ന് കോട്ടയിൽ ശ്രീ ശിവക്ഷേത്രം എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇപ്പം ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഉരുപുണ്യക്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ്. അത് ഇന്നത്തെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് ഇവിടെ ഫസ്റ്റ് വന്ന സ്ഥലത്ത് മാത്രം പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അച്ചുവേട്ടനാ പെട്ടെന്ന് പറഞ്ഞ് എന്തായാലും എന്നാൽ അവിടെയും കൂടെ പോയിട്ട് വരാമെന്ന്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഉരുപുണ്യക്കാവിലാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് അമ്പലം പോകാം. ഈ ഒരു അമ്പലം കാണണമെന്ന് കുറേ ആയി മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങിയിട്ട്. പാറു ആദർശം കൂടെ ഒരു തവണ ഇവിടെ വന്നപ്പം എടുത്ത ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ടെമ്പിളായിരുന്നു ഇത്. കൊയിലാണ്ടിയാണ്. അപ്പോൾ കോഴിക്കോട് ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ്. എന്നാൽ ഇതുവരെ ഞങ്ങൾ ഈ അമ്പലങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പാറുവിനോടാ താങ്ക്സ് വരുന്നത്. അവൾ പോയിട്ട് ഫോട്ടോസ് ഇട്ടപ്പോഴാണ് ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടെ ക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു കാണാൻ. എനിക്ക് അല്ലുവിനെ കൊണ്ടുവരാഞ്ഞിട്ട് ഭയങ്കര സങ്കടമായി. കാരണം അവന് വയ്യ, പനിയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ എക്സാം അടുപ്പിച്ചതുകൊണ്ട് തന്നെ വെറുതെ രാവിലെ തന്നെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്തായാലും അവനെയും തീർത്തുമോളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് ഒരു ദിവസം വരണം. കാരണം അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ കടലുള്ളതുകൊണ്ട് കുട്ടികൾക്ക് അറിയാലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളല്ല ആദ്യം ഓടി കയറിയത് ആ മനുഷ്യനാണ്. അച്ചോട്ടൻ കയറിയതിൻ്റെ വൈത്താൽ തന്നെ പിന്നെ ഞങ്ങളും കയറി. ഉപ്പുമാവായിരുന്നു കേട്ടോ. കുറച്ചുള്ളെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി കുറച്ച് നേരം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് നിന്ന് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടാവും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് പോകുന്നതിന് ആർക്കും വലിയ മനസ്സൊന്നും ഇല്ല കേട്ടോ. കാരണം അവിടുത്തെ അത്രയ്ക്കും ഭംഗിയുണ്ട് ആ സ്ഥലം കണ്ടിരിക്കാൻ. അപ്പോൾ കുറച്ച് നേരം വീണ്ടും കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഇവർ കുറച്ച് ഈ സാധനം ഞങ്ങളവിടെ കിത്തള് എന്ന് പറയും, അതും അടിച്ച് മാറ്റി പോരുക. ബാക്കിയുള്ളതൊക്കെ ബാഗിൽ സെറ്റ് ചെയ്തിരിക്കണില്ല. ചെടിച്ചട്ടിയിൽ ഇടാന്ന് വിചാരിച്ചെടുത്തോണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. സമയം എന്തായാലും ഇത്ര ആയതുകൊണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയാൽ പിന്നെ വീട്ടിൽ പോയതിന് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ എന്ന് കരുതി. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. എന്നിട്ട് ബീഫ് കഴിക്കുന്ന കഴുതകൾ, എന്നിട്ട് പേര് അമ്പലവാസികൾ. ഞങ്ങൾ ഗ്രീൻ പീസ് കറി, ഗ്രീൻ പീസ്.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വേറെ എവിടെയും നിൽക്കുന്നില്ല, ഡയറക്റ്റ് വീട്ടിലേക്ക് തന്നെ. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാനായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. ദേവുവിനെയും മഞ്ചേച്ചീനെയും അവിടെ തട്ടി, നീനേച്ചീനെ ഇവിടെ തട്ടി. ഇനി ഞാനും ദിവ്യയും പോവുകയാണ്. അപ്പോൾ നീനേച്ചീനോട് ബായ് പറഞ്ഞ് ഞാനും ദിവ്യയും പോവുകയാണ് കേട്ടോ. അങ്ങനെ ദിവ്യൻ്റെ പാട്ടിന് പോയി, ഞാനും വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. കറി ഓൾറെഡി ആക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ബാക്കി പണികളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി, സമയം 12 മണിയായി. ഇനി അങ്ങനെ പെട്ടെന്ന് പോയി ഒന്ന് ഫ്രഷായി വന്ന് ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. കറി ഉപ്പേരിയൊക്കെ ഓൾറെഡി ആക്കി വെച്ചിട്ടാണ് പോയത്. ചോറ് പിന്നെ അമ്മ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇനി അതൊക്കെ എടുത്തൊന്ന് ടേബിളിൻ്റെ മേലെ സെറ്റാക്കി വെക്കാനേ ഉള്ളൂ. വേറെ പണികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അല്ലു അബിയേട്ടൻ ആൻറ്റീൻ്റെ വീട്ടിൽ പോയതാണ്, ഇപ്പം തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ചിങ്ങപ്പിറവി ആശംസകൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.